നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് നെൽസൺ തോമസ്. ഇന്ന് ജന്തർ മന്ദറിൽ ജൻസികൾ ഒന്നിക്കുകയാണ്. ജൻസികളുടെ സമരങ്ങൾ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ വലിയ ശക്തമായ പോരാട്ടങ്ങളായി മാറി. ഭരണകൂടങ്ങളെ അട്ടിമറിച്ചു. ഇവിടെ ഭരണകൂടങ്ങളെ അട്ടിമറിക്കണമെന്നല്ല പറയുന്നത്, മറിച്ച് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞ വാക്കുകളാണ്. ഇവിടുത്തെ അൺഎംപ്ലോയ്മെന്റ് യുവാക്കളെ പാർട്ടികളായി താരതമ്യപ്പെടുത്തിയപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊരു പാർട്ടി അഭിജിത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇൻസ്റ്റയിലൂടെ കത്തിച്ചു വിട്ടു. 2 മില്യണിൽ കൂടുതൽ ചെറുപ്പക്കാർ അതിനെ ഫോളോ ചെയ്തു. അത് കേരളത്തിൽ ശശി തരൂർ ഉൾപ്പെടെയുള്ളവർ അതിനെ ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. ഇന്ന് അവർ ജന്തർ മന്ദറിൽ ജൂൺ 6-ാം തീയതി ഒരുമിക്കുകയാണ്. അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഗവൺമെന്റ് നയങ്ങൾ നമുക്കറിയാം. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇത്തരത്തിലുള്ള സമരങ്ങൾ എന്തുകൊണ്ട് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിക്ക് ഇവിടുത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്നില്ല, ഈ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്നില്ല? അദ്ദേഹം വലിയ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഭാരതം GDP-യിൽ പിന്നോട്ട് പോകുന്നു. ഭാരതം ലോകരാജ്യങ്ങളിൽ നാണം കെടുന്നു. ഭാരതത്തിൽ വിലക്കയറ്റം അതിരൂക്ഷമായിരിക്കുന്നു. ഈ ഡീസലിനും ഗ്യാസിനും പെട്രോളിനും ഒക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു. നിത്യോപക സാധനങ്ങളുടെ വില വർദ്ധിച്ചു. ലോകരാജ്യങ്ങളിൽ പ്രതിസന്ധികൾ പല രാജ്യങ്ങളിൽ ഉണ്ടാകുമ്പോൾ, ചില രാജ്യങ്ങളിൽ യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ അതെല്ലാം ഡയറക്റ്റ് എഫക്ട് ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ മാറി. ഇന്ത്യയുടെ അഭിപ്രായങ്ങൾ എടുക്കുമ്പോൾ ഇന്ത്യയുടെ ഡിപ്ലോമസി അമേരിക്കയ്ക്ക് അടിയറ വെച്ചു. ഇങ്ങനെ പല പ്രതിസന്ധികൾ നമ്മൾ അഭിമുഖീകരിക്കുന്നു വരുന്നു. ഇതിനെയൊക്കെ കാരണം BJP-യുടെ നിലപാടുകളാണ്. ചോദ്യം ചെയ്യപ്പെടലുകൾ വരണം, പ്രതിപക്ഷത്തു നിന്നും ഭരണപക്ഷത്തു നിന്നും വരണം. അപ്പോൾ അത് വരായികയിരുന്നാൽ ഇതുപോലെ ജൻസികൾ സംഘടിക്കും. 2013-14 കാലഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് ഭാരതത്തിലുണ്ടായ പുതിയ ആശയങ്ങൾ. പക്ഷെ അത് തകർന്നടിഞ്ഞപ്പെട്ടു. കാരണം അതിനുവേണ്ടി വാദിച്ചവർ അതിന് വ്യതിചലിച്ചു എന്നുള്ളതാണ് കാരണം. എന്നാൽ ചെറുപ്പക്കാർ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ NSU-വിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ചെറുപ്പക്കാർ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് സമരത്തിലാണ്. കുട്ടികൾ, യുവാക്കൾ, മാതാപിതാക്കൾ എല്ലാവരും ഇന്ന് സമരത്തിന് പിന്തുണയ്ക്കുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ രാജ്യം അഭിമുഖീകരിക്കാത്ത വലിയ ഒരു പ്രതിസന്ധി ഇന്ത്യ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ്. മന്ത്രിയൊക്കെ, നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ PR-ന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. ജനങ്ങളുടെ വിശ്വാസത്തെ കൊള്ളയടിച്ച് ജീവിക്കാൻ അവർ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇത് എക്കാലവും നിലനിൽക്കില്ല എന്ന് പല സമരങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ബംഗ്ലാദേശിലും നേപ്പാളിലും ഉണ്ടായ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ്. വിവിധ രാജ്യങ്ങൾ, ഇറാനിലുണ്ടായ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ്. അത്തരത്തിലുള്ള ആഞ്ഞടിക്കുന്ന സമരങ്ങൾ ഭാരതത്തിൽ വരുമ്പോൾ ഇതിന് വലിയ ശക്തമായ താക്കീതായി മാറും. പ്രതിപക്ഷ പാർട്ടികൾക്കും ചില താക്കീതുകൾ ഈ സമരത്തിൽ കാണുന്നുണ്ട്. വർഗീയതയുടെയും അല്ലെങ്കിൽ ഫാസിസ്റ്റ് ചിന്താഗതികളുടെയും അടിസ്ഥാനത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ചോദ്യം ചെയ്യാൻ ചെറുപ്പക്കാർ അവരുടെ സ്വരമായി മാറുകയാണ്. ജൻസികൾ എന്ന് പറഞ്ഞ് അവരെ ആക്ഷേപിക്കുമ്പോഴും ഈ സമരങ്ങളൊക്കെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോഴും അവർ തുറന്നു പറയുന്ന ആ ആശയം അത് ഭാരതത്തിൽ മാറ്റൊലി കൊള്ളുക തന്നെ ചെയ്യും. ചെറുപ്പക്കാർ സംഘടിക്കുന്നതോടൊപ്പം തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന വലിയ ഒരു ജനസമൂഹം പൊതുനിരത്തുകളിലേക്ക് ഇറങ്ങും എന്നുള്ളത് യാതൊരു മാറ്റവുമില്ല. അതുകൊണ്ട് ജന്തർ മന്ദറിൽ തുടങ്ങുന്ന സമരത്തിന് പിന്തുണ നൽകേണ്ടത് ആവശ്യമാണ്. രാഷ്ട്രീയത്തിൻ്റെ മുഖമല്ല, മറിച്ച് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ആവശ്യകതയ്ക്ക് വേണ്ടിയാണ് അവർ സമരം ചെയ്യുന്നത്. ആ സമരത്തെ കണ്ടില്ല എന്ന് നടിക്കാൻ എനിക്കും കഴിയില്ല. അതുകൊണ്ട് ഞാനൊരു കോക്രോച്ച് അല്ല, ഞാനൊരു കോൺഗ്രസ് ആണ്. പക്ഷേ കോക്രോച്ചിൻ്റെ ആശയം, ആ ആശയത്തോടൊപ്പം നിൽക്കേണ്ടി വരുന്നു എന്നതുകൊണ്ട് ഞാനും ആ ആശയത്തിൻ്റെ ഭാഗമാവുകയാണ്.